വ്യാസസന്താനങ്ങളായ ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിതുരൻ. അതിൽ പാണ്ഡു രാജാവായപ്പോൾ പിന്നെ കല്യാണം ആലോചിക്കുക. സാധാരണ മൂത്ത മകൻ ആണല്ലോ ധൃതരാഷ്ട്രൻ. അദ്ദേഹത്തിന് ആദ്യം വിവാഹം ആലോചിക്കുക എന്ന് ഭീഷ്മരെ നിശ്ചയിച്ചു. അപ്പോൾ ഭീഷ്മർക്കൊരു വിവരം കിട്ടി. അതെന്താ വെച്ചാൽ സുബലൻ എന്ന രാജാവിൻ്റെ മകൾ ഗാന്ധാരി പണ്ട് പരമശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് 100 മക്കളുണ്ടാവാനുള്ള വരം നേടിയിട്ടുണ്ട്. ഈ വിവരം ഭീഷ്മന് കിട്ടി. എന്നാൽ പിന്നെ ഗാന്ധാരി തന്നെ ആവാം എന്ന് തീരുമാനിച്ച് ഭീഷ്മൻ ഗാന്ധാര രാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഈ വിവരം പറഞ്ഞു. അങ്ങനെ അങ്ങയുടെ മകളെ എൻ്റെ ധൃതരാഷ്ട്രന് വേണ്ടി വിവാഹം കഴിച്ചു തരണം. അപ്പം ധൃതരാഷ്ട്രന് സുബലനറിയാം, അദ്ദേഹം അന്ധനാണ് ധൃതരാഷ്ട്രൻ. ഒരു അന്ധന് ഞാനെങ്ങനെ എൻ്റെ മകളെ കൊടുക്കുക എന്നിങ്ങനെ ഒരു അച്ഛനാ സ്വാഭാവികമായിട്ടൊരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടായി. അവസാനം എന്ത് ചെയ്തു? കുലമഹിമയും ധൃതരാഷ്ട്ര 10,000 ആനയുടെ ശക്തി ഉണ്ടാവുക, എന്തെങ്കിലും ആവട്ടെ, കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ഗാന്ധാരിയെ, സുബലൻ്റെ മകൾ. അത് നിശ്ചയിച്ചപ്പോൾ ഗാന്ധാരിക്ക് മനസ്സിലായി തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ അന്ധനാണ്. ഉടനെ തന്നെ ഗാന്ധാരി ശീല കൊണ്ട് കണ്ണ് കെട്ടി അന്ധത്വം സ്വയം ഭരിച്ചു. ഭർത്താവിനേക്കാൾ ഒരു മേന്മയും തനിക്ക് ആവശ്യമില്ല, അദ്ദേഹത്തിന് കണ്ണ് കാണില്ലെങ്കിൽ എനിക്കും കണ്ണ് കാണണ്ട എന്ന് നിശ്ചയിച്ച് ഗാന്ധാരി കണ്ണ് കെട്ടി.